ഇറാന്റെ മിസൈൽ ശേഷി കാര്യമായിട്ട് നശിപ്പിക്കപ്പെട്ടു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഈ ഡീഗോ ഗാർഷ്യ വരെ നീളുന്ന 4000 കിലോമീറ്റർ അപ്പുറമുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ ഇറാന് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇറാന്റെ ശേഷി തകർന്നില്ല. മാത്രമല്ല സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഞങ്ങൾ ആക്രമണം നടത്തുമെന്ന് മുൻകൂട്ടി ഇറാൻ പ്രഖ്യാപിക്കുന്നു. സാധാരണ ഇതിൽ ഇസ്രായേലാണ് ഇത്ര ആക്രമണം നടത്തുമ്പോൾ മുൻകൂട്ടി പറയുന്നത്. ഇപ്പോൾ ലിബിയയിലെയൊക്കെ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമിക്കാൻ പറയുന്നു, ഞങ്ങൾ അങ്ങോട്ടേക്ക് ആക്രമിക്കും, ഹിസ്ബുള്ളയുടെ കേന്ദ്രമാണോ ഞങ്ങൾ തകർക്കും എന്നൊക്കെ പറയും. 15 8 ഒക്കെ തകർത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇറാൻ പറയുകയാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന്. ജനങ്ങളൊക്കെ പേടിക്കുകയാണ്. അതായത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്ക് നേരെ പോലും ആക്രമണം നടത്താൻ ഇറാൻ തയ്യാറായി എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാതെ യുദ്ധം വേറെ വഴിയിലേക്ക് പോവുകയാണ്. അതിനകത്ത് ഇതുവരെ ഈ ഒരു പക്ഷേ നമ്മൾ എത്ര പറയുമ്പോഴും GCC രാജ്യങ്ങളെ അവർ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഊർജ മേഖലയിൽ ചിലയിടത്തൊക്കെ ഇപ്പം കുറേയിടത്ത് ആക്രമിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് അവരെ ആക്രമിച്ചപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ സൈനിക താവളങ്ങളിലാണല്ലോ ആക്രമിച്ചത്. ഇപ്പൊ അതിന്റെ രീതി മാറ്റുന്നു. അതായത് അവരുടെ ഊർജ മേഖലയിലും അല്ലെങ്കിൽ സമസ്ത മേഖലയിലും ഈ പറയുന്ന ഇസ്രായേലും അമേരിക്കയും ആക്രമിച്ചതിന് ശേഷം ഇവരിപ്പം സാമ്പത്തിക കുഴപ്പങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അമേരിക്കയും ഇസ്രായേലിനെയും ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലേക്ക് യുദ്ധം മാറ്റുന്ന ഒരവസ്ഥ. അതായത് നമ്മൾ പറയത്തില്ലായിരുന്നു ഇസ്രായേൽ എപ്പോഴും യുദ്ധം ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു രാജ്യത്തെ തകർക്കുന്ന രീതിയിൽ യുദ്ധം ചെയ്യുന്നു. ആ യുദ്ധം കോർഡിനേറ്റ് ചെയ്യുന്നവരെ തീർക്കുന്നു, ആ യുദ്ധത്തിന് സാമ്പത്തിക സ്രോതസ് ഉണ്ടാക്കുന്നവരെ തീർക്കുന്നു, ആ യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ സഹായിക്കുന്ന ലോക രാജ്യങ്ങൾ ആ രാജ്യവുമായിട്ട് ബന്ധപ്പെടാതിരിക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിക്കേഷൻ തകർക്കുന്നു. അപ്പോൾ അവർക്ക് കൃത്യമായൊരു പ്ലാനിങ് ഉള്ളതുപോലെ ഏറ്റവും ഇപ്പം ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പൂഴിക്കടവിൻ്റെ കൂട്ടം അല്ലെ കണ്ണുമുട്ടം വടി ഇറക്കുന്നത് പോലെയൊക്കെയാണ് ഇറാൻ ആക്രമിക്കുന്നതെന്ന് പറയുമ്പോൾ ഇറാൻ ഇപ്പോൾ അങ്ങനെയല്ല ആക്രമിക്കുന്നത്. ഇപ്പോൾ റാസൽ കൈമേൽ പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ ആളുകൾ ഒഴിഞ്ഞു പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവിടെ സിവിലിയൻസ് കൂടുതലുള്ളവരാണ്. ഇവിടുന്ന് ഒഴിഞ്ഞു പോകാൻ പറയുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും അല്ലെങ്കിൽ സാമ്പത്തികത്തെ ബാധിക്കുന്ന ബാങ്ക് ഉൾപ്പെടെ സാമ്പത്തികം കൈകാര്യം ബാങ്കുകൾ ഉൾപ്പെടെ ഉള്ളത് ഇവിടെ ഉണ്ട്. അപ്പം അവിടെയൊക്കെ ഇതിനെ ആക്രമിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കിയാൽ ആ രാജ്യത്ത് പ്രതിസന്ധി, ഇസ്രായേലിനകത്ത് പ്രതിസന്ധി, അമേരിക്കക്കകത്ത് പ്രതിസന്ധി. അതുപോലെ ഓഫീസുകളൊക്കെ അവിടുന്ന് പൂട്ടിപ്പോയി. സിറ്റി ഗ്രൂപ്പ്, ഡയാലിറ്റ്, PWC എന്ന സ്ഥാപനങ്ങളൊക്കെ അടച്ചു പൂട്ടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പ്രധാനപ്പെട്ട ഇത് അമേരിക്കയുമായി ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള സ്ഥാപനങ്ങളാണ്. ഇതിന് അവർ കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ ഗാർഷ്യ ദ്വീപിലേക്ക് ഉള്ള ആക്രമണത്തിന് വഴിയൊരുക്കുന്നത് UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കൂടിയാണ്. അതുകൊണ്ട് അവരുടെ പ്രധാനപ്പെട്ട അവിടെ പ്രശ്നമുണ്ടായാൽ അവർക്ക് പിന്നെ അതോടുകൂടി അവരുടെ സാമ്പത്തിക സ്രോതസ്സും ആ രാജ്യത്തിന് മുമ്പോട്ട് നീങ്ങാൻ പറ്റാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങളാണല്ലോ ഇറാനിൽ സംഭവിച്ചാൽ വരുന്നത്. അപ്പോൾ ഇറാൻ അതുകൊണ്ട് അവരെ ആ രീതിയിൽ ആക്രമിക്കുന്നത് കൊണ്ട് തിരിച്ച് അവരും ഈ ലോകത്തിന് പ്രതിസന്ധി ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ അമേരിക്കയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന GCC രാജ്യങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന രീതിയിൽ ആ GCC രാജ്യങ്ങളിൽ ഈ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ സാമ്പത്തിക സ്രോതസ്സും അല്ലെങ്കിൽ അവരെ ബാധിക്കുന്ന പ്രസ്ഥാനങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന രീതിയിൽ, അതായത് സിവിലിയൻ മേഖലയിൽ കൂടി ഒരുപക്ഷെ യുദ്ധം വ്യാപിക്കുന്നു. ഇറാൻ എന്ന് പറയുന്ന രാജ്യം എത്ര വലിപ്പമുള്ള രാജ്യമാണെന്ന് ഷിനൂനും എനിക്കും ഒക്കെ അറിയാവില്ല. ആ രാജ്യത്ത് എത്ര നാൾ യുദ്ധം ചെയ്യേണ്ടി വരും? പക്ഷേ വൃത്തിയായിട്ട് 1 മണിക്കൂർ യുദ്ധം ചെയ്ത് തീരുന്ന GCC രാജ്യങ്ങളൊക്കെ ഉണ്ട്, അറിയാമോ? എത്ര വലിപ്പമുണ്ട് ചില രാജ്യങ്ങളൊക്കെ. അതോടുകൂടി ആ രാജ്യം തീരുന്ന പോലെയല്ല. പഴയ മരുഭൂമി ആക്കുന്നതിന് 2 3 ബാലിസ്റ്റിക് മിസൈൽ മാത്രം വേണ്ടി വരുന്ന ഇടത്ത് അതോടുകൂടി ലോകം മൊത്തം പ്രതിസന്ധിയിലാകുകയല്ലേ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ടോക്കിനകത്ത് ഹീലിയത്തിൻ്റെ കാര്യം പറയുന്നു, നമ്മുടെ അല്ലെങ്കിൽ മറ്റു പല വാതകങ്ങളുടെ കാര്യം പറയുന്നു. 1 2 3 പ്ലാന്റുകൾ അടിച്ചു കളയുമ്പോൾ തീരും. അത് എത്ര കാലം കൊണ്ട് തിരിച്ച് റീബിൽഡ് ചെയ്യാനൊക്കും? അത്രയും കാലം ലോകം മൊത്തം നിശ്ചലമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഇവർ ഏറ്റവും പറഞ്ഞേക്കുന്നത് സൗദി, ഖത്തർ, UAE ഊർജ സ്രോതസ്സുകളെ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ പറയുന്ന ഗ്യാസ് പ്ലാന്റുകളായിരിക്കും, അല്ലെങ്കിൽ ഈ ക്രൂഡ് ഓയിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പെട്രോളിയം ശുദ്ധീകരണശാലകളായിരിക്കും. ഇതെല്ലാം അടിച്ചു കളയും എന്നുള്ള രീതിയിലേക്ക് സംസാരിക്കുന്നു, കാര്യങ്ങൾ നീങ്ങുന്നു. അതായത് ഇപ്പം സിനു ഹാദി പറഞ്ഞതുപോലെ നേരത്തെ ഇസ്രായേലായിരുന്നു പറയുന്നത് അവിടെ നിന്ന് മാറിയില്ല, ഞങ്ങൾ അവിടെ അടിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഇത്ര മണിക്കൂർ കഴിയുമ്പോൾ അടിക്കുന്ന അതേ രീതിയിൽ ആൾക്കാരെ മാറ്റിയിട്ട് മർമ്മപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ യുദ്ധം ചെയ്യാൻ പോവുകയാണെന്ന് പറയുമ്പോൾ, നേരത്തെ ഇസ്രായേൽ പറയുന്നിടത്ത് ഞങ്ങൾ ഇന്നിടത്ത് ബോംബിടാൻ പോവുകയാണെന്ന് പറയുമ്പം അവിടുന്ന് ആള് മാറി അല്ലെങ്കിൽ പറയുന്ന സമയത്ത് ബോംബിടുമ്പം സിനു അതിനകത്ത് വേറെ കാര്യമുണ്ട്. അവർ ബോംബിടുന്നതിനെ പ്രതിരോധിക്കാനുള്ള പ്രതിരോധ സംവിധാനം പോലും ഇല്ല, അല്ലെങ്കിൽ അത്രയ്ക്ക് വലിയ ടെക്നോളജി ഏത് സംവിധാനം ഉണ്ടെങ്കിലും ആ പ്രതിരോധ സംവിധാനത്തെ മറികടന്ന് അവിടെ ബോംബിടാനുള്ള ടെക്നോളജി അവിടെ ഉണ്ട്.
ഇതുപോലെ ഇറാന്റെ കയ്യിലുണ്ടോ? അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പ്രതിരോധ സംവിധാനത്തെയൊക്കെ മറികടക്കുന്ന രീതിയിലേക്ക് നമ്മളിപ്പോൾ 4000-ന്റെ ഒരു മിസൈൽ കണ്ടു. അതെ. അതിനപ്പുറമുള്ള മിസൈലുകളോ ഈ പറയുന്ന ആയുധങ്ങളോ ഒക്കെ ഉണ്ടോ ഖമേനി പണ്ട് പറഞ്ഞതുപോലെ എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. ഇറാൻ ഇപ്പം പറഞ്ഞെന്നറിയാം, ഈ യാൻബു എണ്ണപ്പാടുണ്ട്, അതായത് ചെങ്കടലിലുള്ള ആ എണ്ണപ്പാടത്തിൽ അല്ലെങ്കിൽ എണ്ണശാലയ്ക്ക് നേരെ ഞങ്ങൾ ആക്രമണം നടത്തുന്നത് 1200 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ 1200 കിലോമീറ്റർ ദൂരം വരെ ഒരു ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തും എന്ന രീതിയിലാണ് കരുതിയിരുന്നത്. അതിനിടയിൽ ഇസ്രയേൽ സിറിയയിൽ പോയി ആക്രമണം നടത്തി. അവിടുത്തെ സൈനിക കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ഈ ബാലിസ്റ്റിക് മിസൈലുകൾ പോലെയുള്ള ആയുധങ്ങൾ സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. ഇതിന് പ്രത്യാക്രമണം എന്ന നിലയിലാണ് ഇറാൻ ഇപ്പോൾ ഡീഗോ കാർഷിക്ക് നേരെ ആക്രമണം നടത്തിയത്. ശരിക്കും പറഞ്ഞാൽ 1200 കിലോമീറ്ററാണ് ബാലിസ്റ്റിക് മിസൈലിൻ്റെ ദൂരപരിധി എന്ന് ഇതുവരെ ലോകം കരുതിയെങ്കിൽ അതല്ല, 4000 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഉണ്ടെന്ന് ഇറാൻ കാണിച്ചു കൊടുക്കുക ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ സൈനിക താവളത്തിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടൻ്റെയും അമേരിക്കയും കൂടെ സംയുക്ത സൈനിക താവളത്തെയാണ് ആക്രമിച്ചത്. ഈ ആക്രമണമൊന്നും കൊണ്ടില്ല, കാരണം അത് ഇന്റർസെപ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് കളഞ്ഞു. പക്ഷേ ആക്രമിക്കാനുള്ള ശക്തി ഉണ്ടെന്ന് അവർ തെളിയിച്ചു. അങ്ങനെ ആക്രമിക്കാൻ ശക്തി ഉണ്ടെങ്കിൽ ശ്രീലങ്കയിൽ പോലും ഇവർ ആക്രമിക്കും. ഇത് യു കെക്കുള്ളൊരു മുന്നറിയിപ്പാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ യു കെ ഈ അമേരിക്കയുടെ കൂടെ നിന്നില്ല. ഇപ്പം നാറ്റോ രാജ്യങ്ങളെ ഭീരുക്കൾ എന്ന് വിളിച്ചപ്പോഴേക്കും ഈ ബ്രിട്ടൻ ഒരു പരിധി വരെ വേണമെങ്കിൽ അമേരിക്കയുടെ കൂടെ നിൽക്കുക. കാരണം ട്രംപ് പറഞ്ഞാലൊക്കെ കേൾക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് അത്തരം രാജ്യങ്ങളെ കൂടി രംഗത്തേക്ക് ഇറക്കുന്നു. അങ്ങനെ രംഗത്തിറക്കുമ്പോൾ ഇസ്രയേൽ പറഞ്ഞതുപോലെ ഇവരുടെ കയ്യിൽ ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരം തീർന്നില്ല, ഡ്രോണുകളുടെ ശേഖരം തീർന്നില്ല. ഇതുപയോഗിച്ച് ഇനിയും ഇവർ ആക്രമണം നടത്തും. അപ്പോൾ ഇസ്രയേൽ രണ്ടും കൽപ്പിച്ച ഒരു ആക്രമണത്തിന് ഇറങ്ങി പുറപ്പെടുന്നു എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പം ഇറാൻ അല്ല ഇസ്രയേലിന്റെ കാര്യത്തിൽ ഇപ്പം നെതന്യാഹു നേരത്തെ ഒരു വാർത്താ സമ്മേളനം നടത്തി. 2 ദിവസം മുമ്പാണ് അയാൾ പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇനിയും നിങ്ങളുടെ മിസൈൽ കേന്ദ്രങ്ങളെ ആക്രമിക്കും. നിങ്ങൾക്ക് റോറിംഗ് ലയൺ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഓപ്പറേഷൻ സക്സസ് ആയി. അതുകൊണ്ട് 80% ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കുന്ന കേന്ദ്രങ്ങളെ ഞങ്ങൾ തകർത്തു എന്ന് പറയുന്നു.